ഇന്ത്യൻ വ്യവസായത്തെ പിടിച്ചുലച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇന്ത്യക്ക് നിർണായകം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരായി പ്രഖ്യാപിച്ച 50% ഇറക്കുമതി തീരുവ രാജ്യത്തെ ഉൽപാദന മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. 25% തീരുവ ഉണ്ടായിരുന്നപ്പോൾ ലാഭം കുറച്ചും വിലപേശിയുമാണ് വ്യവസായങ്ങൾ പിടിച്ചു നിന്നത്. എന്നാൽ 50% തീരുവ വന്നാൽ ഒന്നും ചെയ്യാനാകില്ല എന്നാണ് വിലയിരുത്തൽ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് തീരുവ വർദ്ധിക്കാൻ കാരണമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയെ ട്രംപ് ഒഴിവാക്കിയതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ചൈനയേക്കാൾ ഉയർന്ന തീരുവ ഇന്ത്യക്ക് നൽകേണ്ടി വരുന്നത് മോദി സർക്കാരിന് വെല്ലുവിളി ഉണ്ടാക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും വെള്ളിയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ച ഇന്ത്യക്ക് നിർണായകമാണ്. US റഷ്യൻ ചർച്ചയെ ആശ്രയിച്ച് ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് US ട്രഷറി സെക്രട്ടറിയുടെ മുന്നറിയിപ്പും ഇത് സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ വ്യവസായ ലോകം സ്തംഭനത്തിന്റെ വക്കിലാണ്. കൂടുതൽ മുടക്കുമുതൽ നടത്തുന്നതിന് വ്യവസായികൾ വിമുഖത കാട്ടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ഷൂ നിർമ്മാതാക്കളായ ഫരീദ ഗ്രൂപ്പിന്റെ 60% ബിസിനസ്സും US-നെ ആശ്രയിച്ചാണ്. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെ അവർ തമിഴ്നാട്ടിൽ ആരംഭിക്കാനിരുന്ന 100 കോടി രൂപയുടെ പുതിയ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തെ വേനൽക്കാല ഓർഡറുകൾ ലഭിക്കേണ്ട സമയമാണിതെന്നും എന്നാൽ ഇറക്കുമതി തീരുവ 50% ആയതിനാൽ പല ഉപഭോക്താക്കളും ഓർഡർ നൽകാൻ മടിക്കുകയാണെന്നും ഇന്ത്യൻ കയറ്റുമതി സംഘടനകളുടെ ഫെഡറേഷൻ CEO അജയ് സഹായ് പറഞ്ഞു. കയറ്റുമതിക്കാർക്ക് ഉപഭോക്താക്കളെ നിലനിർത്താൻ വില കുറയ്ക്കുക എന്നല്ലാതെ മറ്റു വഴികളില്ലെന്നും ഇത് അവരുടെ ലാഭത്തെ സാരമായി ബാധിക്കുമെന്നും ടെക്നോക്രാഫ്റ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശരത് കുമാർ സറഫും പറയുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയും ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം കരകയറിയിട്ടില്ല. ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് എന്നിവയെ US ഉപരോധം തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ $87 ബില്യൺ കയറ്റുമതിക്ക് തീരുവ ഭീഷണിയാണ്. ഇറക്കുമതി തീരുവ 50% ആക്കിയാൽ US-ലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 60% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ആ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1% ഇല്ലാതാക്കും. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് നേരത്തെ ഇന്ത്യക്കെതിരെ ട്രംപ് ഭരണകൂടം 25% നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി ചുമത്തിയിരുന്നു. റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ പരോക്ഷമായി സാമ്പത്തിക സഹായം നൽകുന്നുവെന്നാണ് US ഭരണകൂടത്തിന്റെ ആരോപണം. നിലവിൽ മൊത്തം 50% തീരുവയാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ തീരുമാനത്തിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ വ്യാപാര ചർച്ചകളിൽ ദുഷ്ടാട്ടിക്കാരനായ രാജ്യമായാണ് ഇന്ത്യയെ US വിശേഷിപ്പിച്ചത്. റഷ്യയുമായുള്ള വ്യാപാര വിഷയങ്ങളെ ചൊല്ലിയും മറ്റു ചില വിഷയങ്ങളെ ചൊല്ലിയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ ഈ മാസം ആദ്യം തടസ്സപ്പെട്ടിരുന്നു. ചർച്ചകൾ നിർത്തിവെക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു.